ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂഡോമോണാസിൻ്റെ മാസ് പ്രൊഡക്ഷനാണ്. സൂഡോമോണാസ് മാസ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ബ്രൗൺ മീഡിയയും അതിന് മദർ കൾച്ചറുമാണ് ആവശ്യം. ഒരു ട്രേയിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് 10 ഗ്രാം ബ്രൗൺ മീഡിയ ആണ് ആവശ്യം. 10 ഗ്രാം ബ്രൗൺ മീഡിയ നമ്മൾ അളന്നെടുത്തതിന് ശേഷം 500 ml വെള്ളവുമായി ചേർത്ത് നമ്മൾ തിളപ്പിക്കാനായിട്ട് വയ്ക്കണം. കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ തിള വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതാണ്. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന മീഡിയ നമുക്ക് ട്രേയിലേക്ക് മാറ്റാനായിട്ട് ട്രേ നമുക്ക് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യണം. അതിന് നമ്മൾ സ്പിരിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ വെള്ളം തിളപ്പിച്ച് അത് ഒഴിച്ചും നമുക്ക് ട്രേ സാനിറ്റൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ട്രേ സാനിറ്റൈസ് ചെയ്തതുപോലെ തന്നെ അതെവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലവും നമ്മൾ സാനിറ്റൈസ് ചെയ്ത് എടുക്കണം. നമ്മൾ തിളപ്പിച്ചാറി വെച്ചിരിക്കുന്ന നമ്മുടെ മീഡിയ നമ്മൾ ട്രേയിലേക്ക് പകർത്തേണ്ടതാണ്. ട്രേയിൽ ഒഴിച്ചിരിക്കുന്ന മീഡിയയിലേക്ക് നമ്മൾ 10 ml മദർ കൾച്ചർ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മീഡിയയിലേക്ക് 10 ml മദർ കൾച്ചർ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ മദർ കൾച്ചർ നമ്മൾ ആ ട്രേയിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നതിന് വേണ്ടിയിട്ട് ആ ട്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ മീഡിയയിൽ മദർ കൾച്ചർ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ആ ട്രേ കണ്ടാമിനേഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇത് പോളിത്തീൻ ഷീറ്റിൽ ആക്കി നമ്മൾ കവർ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇനോക്കുലം ഒഴിച്ചു വെച്ച് 4 ദിവസമാകുമ്പോഴാണ് മീഡിയ ഈ രീതിയിൽ വളർച്ചയെത്തുന്നത്. ഇപ്പോൾ നമ്മുടെ മീഡിയയിൽ കൾച്ചർ വളർന്നിരിക്കുകയാണ്. ഈ കൾച്ചറിനെ നമ്മൾ 3.5 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യും. ഒരു ട്രേ മീഡിയ 3.5 ലിറ്റർ വെള്ളവുമായി ചേർത്ത് 4 ലിറ്റർ ആക്കും. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന സൂഡോമോണാസ് ലായനി 4 ലിറ്ററിൽ നിന്ന് നമ്മൾ 10 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് സ്പ്രേയിങ്ങിന് ഉപയോഗിക്കുന്നത്. 1 ഏക്കറിലേക്ക് 1 ലിറ്റർ എന്ന കണക്കിൽ നെല്ല്, പച്ചക്കറി വിളകളിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.